ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രധാനമായിട്ട് മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തുന്ന, മനസ്സിന്റെ ശാന്തിയെ അണച്ചു കളയുന്ന, മനുഷ്യഹൃദയങ്ങളിൽ അസ്വാസ്ഥ്യം നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാരണങ്ങളിൽ രണ്ടു കാരണങ്ങളും ആ കാരണങ്ങൾക്ക് വേണ്ട മറുമരുന്ന് പ്രതിവിധിയും ഇവിടെ ഏറെക്കുറെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞാനിവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ കേട്ടുപോകുന്നു എന്നതിനപ്പുറം ഈ നൽകുന്ന മെസ്സേജുകൾ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ എന്ന ഒരു സന്ദേഹം, ഒരു സംശയം എനിക്ക് അല്പം ഇപ്പോൾ ഉണ്ട്. കാരണം നമ്മുടെ ഉറക്കം കെടുത്തുന്ന, നമ്മുടെ സമാധാനം കെടുത്തുന്ന കാരണങ്ങളായി രണ്ട് കാരണങ്ങളാ പറഞ്ഞത്. അതിലൊന്നാമത്തെ കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മുടെ നിയന്ത്രണമില്ലാത്ത, അവസാനിക്കാത്ത നമ്മുടെ ആർത്തികളും ആഗ്രഹങ്ങളുമാണ് നമ്മുടെ മനസ്സിന്റെ സമാധാനം കെടുത്തുന്നത്. അതാണൊരു കാരണമെന്ന് പറഞ്ഞു. ആ കാരണത്തിലുള്ള മറുമരുന്ന് വിവരിച്ചു. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഒറ്റമൂലി, അല്ലയോ ഉമ്മത്തെ, അല്ലയോ സമുദായമേ, നിങ്ങൾ ആഗ്രഹങ്ങളുടെ പിറകെ ഓടി നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വായത്തമാക്കാനും പ്രയോഗവൽക്കരിക്കപ്പെടാനും വേണ്ടിയിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ ക്ലേശിക്കണ്ട. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ ദർശനം നിങ്ങളോട് പറയുമ്പോ എന്റെ വാക്കുകൾ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളെ, അള്ളാഹു നിനക്ക് തന്നതിൽ നീ അങ്ങ് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിച്ചാൽ, അള്ളാഹു നിനക്ക് തന്നതുകൊണ്ട് കച്ചവടം ചെയ്യാൻ നീ പഠിച്ചാൽ, അള്ളാഹു നിന്റെ മുമ്പാകെ ഒരുക്കി തന്ന സൗകര്യങ്ങളിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നീ തയ്യാറായാൽ, നിനക്കൊരു കോടീശ്വരന്റെ ജീവിതം ജീവിക്കാനാകും. സമാധാനത്തോടെ ആഹാരം കഴിക്കാനും കുടുംബത്തോടൊപ്പം നിവസിക്കാനും അന്തിയുറങ്ങാനും സാധിക്കും. അതിനെന്ത് വേണം? നിന്റെ ആഗ്രഹങ്ങൾക്ക് നീയൊന്ന് കടിഞ്ഞാണിട്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണം. മൂവാറ്റുഴക്കാരുടെ ഇത് ഈ വഴലൊക്കെ പറഞ്ഞിട്ട് മൂവാറ്റുഴക്കാരെ സ്റ്റൈല് കണ്ടിട്ട് ഒരു മാറ്റമില്ല. ഒരാള് വന്നാണ് പറയാണ്, 1,00,000 രൂപ താട്ട്, ഒരു ദിവസം 5,000 രൂപ ലാഭമായിട്ടാണ് തരാൻ. കയ്യിൽ 10 പൈസ ഇല്ല. കൊച്ചാപ്പാന്റെ മോളെ പണ്ടെടുത്തിട്ട് ഊരി വിറ്റു, അല്ലെങ്കിൽ പണയം വെച്ചു. ചേട്ടന്റെ അടുത്ത് 2,00,000 മേടിച്ചു. ഭാര്യന്റെ പിതാവായ അമ്മായിയപ്പന്റെ അടുത്ത് 2,00,000, അങ്ങനെ 5-6 ലക്ഷം റുപ്യ മേടിച്ചിട്ടാണ് കൊടുത്തു. ദിവസം 1,00,000-ന് 5,000 അല്ലേ? എടോ, നിന്റെ കയ്യിലുള്ളത് കൊണ്ട് നീ കച്ചവടം ചെയ്യാം. അല്ലെങ്കിലും പരിധി വിട്ട ലാഭം കാണുമ്പോ ഇത് ചതിയാന്ന് മനസ്സിലാവണ്ടേ? അത്ര വെളിവൊക്കെ നമുക്ക് വേണ്ടേ? സാധാരണ കച്ചവടം ചെയ്താൽ ഒരു ലാഭം കിട്ടുന്ന തോതും അളവും നമുക്കറിയാലോ. ആ തോത് വിട്ട്, അളവ് വിട്ട് ഒരുത്തൻ ലാഭം തരാന്ന് പറഞ്ഞാൽ, അത് കോഴിയുടെ പേര് പറഞ്ഞിട്ടായാലും മൊബൈലിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും എന്ത് ഓമന പേര് ബിസിനസിന് ഇട്ട് പറഞ്ഞാലും ശരി, അത് ചീറ്റിങ്ങാ. ഒരു ദിവസം 5,000 തരും, പിറ്റേന്ന് യാ അല്ലാ അങ്ങേരെ കാണാല്ല, മുങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ടെൻഷൻ, ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് ടേസ്റ്റ് കിട്ടണില്ല. എങ്ങനെ കിട്ടുക? പറഞ്ഞതനുസരിക്കണം, ഞാൻ പറഞ്ഞതല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ കയ്യിലുള്ളത് കൊണ്ടേ നീ കച്ചവടം ചെയ്യാവൂ. നിന്റെ സാമ്പത്തിക ശേഷി എത്ര അളവിലാണോ അതിനനുസരിച്ച് നിന്റെ കൊക്കിലൊതുങ്ങുന്ന കച്ചവടം. അതല്ലാത്ത ഒരു കച്ചവടം, പലിശക്ക് പണമെടുത്ത്, പലിശ എന്ന് പറഞ്ഞ സമ്പ്രദായം തന്നെ നാശാണ്. അള്ള എത്ര മെസ്സേജ് നമുക്ക് വിട്ടു പഠിപ്പിച്ചു തന്നു. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് ആഭ്യന്തര മന്ത്രിയുടെ ഓപ്പറേഷൻ കുബേര വന്നപ്പോ ഒരുപാട് കൊള്ളപ്പലിശക്കാര് ആത്മഹത്യ ചെയ്യുകയും നാടുവിടുകയും ചെയ്തു. കാശ് മേടിച്ചോര് പറഞ്ഞു, തിരിച്ചു തരൂല, കിട്ടുന്ന പണി നോയിക്കോ, കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ കുറെ എണ്ണം കൊടുത്തവര് വിട്ടു.
കൊടുത്തവരും പെട്ടു, മേടിച്ചവരും പെട്ടു, പലിശയിൽ തൊട്ടവർ തന്നെ പെട്ടു. അല്ലാഹു പലിശയുടെ മേഖലയെ തന്നെ തേച്ചുമാച്ച് കളയും. യംഹഖു എന്ന് പറഞ്ഞാൽ എന്താ? യംഹഖു എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ആക്കി കളയുന്നു. ബ്ലാങ്ക് ആവൂലേ? ആദ്യം വാഹനത്തിന്റെ RC ബുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നോക്കി, വാഹനം പോയി പിടിച്ചോണ്ടുപോയി. പിന്നെ വീടിന്റെ ആധാരം വെച്ചു, അതും പോയി. ബ്ലാങ്ക്. അല്ലാഹു തകർത്ത് കളയും പലിശയുമായി ബന്ധപ്പെട്ട മേഖലയെ. ഞാൻ ഇപ്പൊ പലിശ പ്രസംഗിക്കാൻ അതൊരു പ്രത്യേക സബ്ജക്റ്റായി തന്നെ കണ്ടിന്യൂ ആയിട്ട് തന്നെ പ്രസംഗിക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് ഞാൻ വരാം. മാത്രല്ല, ഞാൻ ഇവിടെ പണ്ട് നാളൊരു ദിവസം പറഞ്ഞല്ലോ മുമ്പ്, അതുകൊണ്ടൊന്നും അല്ല, അതിലും പ്രധാനപ്പെട്ട കാര്യം തൗഹീദിന്റെ ബേസ്. അത് പറഞ്ഞിട്ട് പലിശ പറഞ്ഞാലേ യേശുള്ളൂ. ആദ്യം തന്നെ കള്ളുടിക്കരുത്, പലിശക്ക് കൊടുക്കരുത് എന്ന് എന്തോരം വഴന്നറിഞ്ഞാലും അകത്തേക്കത് കേറൂല. കേറുന്ന പരുവത്തിലുള്ള ഒരു ഹൃദയം സംവിധാനിക്കപ്പെടുകയും ഒരുക്കപ്പെടുകയും ചെയ്യുമ്പോ അതിന്റെ മുകളിലേക്ക് ഈ ഉപദേശം കൊടുത്താൽ പലിക്കും. അതുകൊണ്ട് കിട്ടിവെച്ചതാ, അല്ലാതെ ഉപദേശം മറ്റുള്ളവരുടെ ഉപദേശം കേട്ടിട്ടൊന്നുമല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയല്ല. ഇടിതട്ടിയവനെ പാമ്പിടിച്ചു എന്ന് പറഞ്ഞ മാതിരി ആദ്യം മാനസിക പ്രയാസത്തിൽ തളർന്നിരിക്കുമ്പോ പള്ളിയിൽ മുസ്ലിയാർ അതിന്റെ മേലൊരു കൊട്ടും കൂടെ വെച്ച് തന്നു. ഇത് ഈ നിലക്ക് നിങ്ങളെ ഉപദ്രവിക്കാനല്ല, ചിന്തിക്കണം. നമ്മള് ചിന്തിക്കണം. അത് എല്ലാ രംഗത്തും. ഇപ്പൊ മീൻ മേടിക്കുന്ന കടയിൽ ചെന്നപ്പോ നല്ല ആവോലി നെയ്മീന് കിലോ 300 രൂപ. ഒന്ന് ആലോചിക്കണം, ഇത്ര വലിയ ആവോലിയും നെയ്മീനും 300 രൂപക്ക് കിട്ടുമോ? അപ്പൊ ശവം സൂക്ഷിക്കുന്ന മാരകമായ രാസവസ്തു ചേർത്ത മീനാണത്. അതുകൊണ്ടാണ് ആ വിലക്കുറവ്. ഇതൊക്കെ മനസ്സിലാകാനുള്ള ഒരു ബോധം നമുക്ക് മിനിമം വേണ്ടേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാനിപ്പോ അത് ആദ്യം വിശദീകരിച്ച് പറഞ്ഞതാ, ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിച്ചതല്ല. ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് വർത്തമാന ചുവരെഴുത്തുകൾ വായിച്ചു നോക്കുമ്പോ. അതുകൊണ്ട് സൂക്ഷിക്കുക. ഒന്നാമത്തെ കാര്യം, ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. രണ്ടാമത്തേത്, നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്ന ആശങ്കകളും ഭയപ്പാടുകളും അതിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ ഇന്ന മഴി റബ്ബി എന്ന ബോധത്തിൽ നിലനിൽക്കുക. ഇന്ന മഴി റബ്ബി എന്ന് ചൊല്ലി നടന്നാലാവൂല. ആ ബോധത്തിൽ എന്നോടുകൂടെ എൻ്റെ റബ്ബുണ്ട്. റബ്ബുണ്ട് എന്ന് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, റബ്ബ് ഉണ്ടാകണം കേട്ടോ. എന്റെ കൂടെ എന്റെ റബ്ബ് ഉണ്ട് എന്ന് വിചാരിച്ച് നടത്തിട്ട് റബ്ബ് കൂടെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ മാത്രം മനസ്സിൽ അചഞ്ചലമായ വിശ്വാസം, റബ്ബിനെ കുറിച്ചുള്ള യഖീന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ റബ്ബിനെ കൂട്ടുപിടിച്ചാൽ പിന്നെ പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല. അത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ചരിത്രങ്ങളിലൂടെ ഉദാഹരണ സഹിതം നാം പറഞ്ഞിട്ടുള്ളതാ. അള്ളാനെ കൂട്ടുകിട്ടണം. അള്ളാനെ കൂട്ടുകിട്ടിയാൽ കൂട്ടുകാരെ, ബന്ധുക്കൾ ആവശ്യമില്ല നമുക്ക്. പിന്നെ പണം ആവശ്യമില്ല, പിന്നെ ആരോഗ്യ ആവശ്യമില്ല, പിന്നെ കൂട്ടുകാരുടെ സപ്പോർട്ട് ആവശ്യമില്ല, പ്രസിദ്ധിയും പേരും ആവശ്യമില്ല. അള്ളാഹുവിനെ കൂട്ടുകിട്ടിയാല്, അള്ളാഹുവിനെ കൂട്ടുകിട്ടിയിട്ടില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമല്ല. പണുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, ബിസിനസ് സംരംഭങ്ങളുണ്ട്, പടച്ച റബ്ബ് കൂട്ടില്ല, സമാധാനം ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ടാവും നിങ്ങളെ നാട്ടിൽ തന്നെ. ഞാൻ പേര് പറയണില്ല, ഞാൻ സൂചനയും പറയണില്ല. എല്ലാ സൗകര്യവും ഉണ്ട്, അള്ളാഹു കൂടെ ഇല്ല. അസ്വസ്ഥനായി ജീവിക്കാണ്, സമാധാനമില്ല, ഒരു ദിവസം ശാന്തനായി ജീവിക്കാൻ പറ്റുന്നില്ല. എന്തേ? അല്ല ഇതൊക്കെയാണ് വാരി കൊടുത്തു, പടച്ച റബ്ബാണ് മാറി നിന്നു. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനെ കൂട്ടുപിടിച്ചിട്ട് ഇന്ന മഴി റബ്ബി എന്ന സനാതത്വ ബോധത്തിൽ നിലനിൽക്കുക. രണ്ട് കാരണങ്ങളും മരുന്നുമാണ് ആ പറഞ്ഞത്. ഇനി എന്നെ കൊണ്ട് അത് ആവർത്തിപ്പിക്കരുത് പ്രിയമുള്ള സഹോദരന്മാരെ. മൂന്നാമത്തെ ഒരു കാരണത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത്. ടെൻഷന്റെ മൂന്നാമത്തെ കാരണം അജ്ഞതയുടെ അന്ധകാരം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ തീരാൻ. എന്നാ ഒന്ന് സിമ്പിളായി ലളിതായിട്ട് നമുക്ക് പറയാം. വിവരക്കേടിന്റെ മനസ്സിലെ ഇരുട്ട്, വിവരക്കേട് കൊണ്ട് മനസ്സിനകത്തുണ്ടാകുന്ന ഇരുട്ട്, അതാണ് ഞാൻ അജ്ഞതയുടെ അന്ധകാരം എന്ന് പറഞ്ഞത്. അത് മനുഷ്യനിൽ അസ്വസ്ഥതയുണ്ടാക്കും. മനസ്സിനകത്ത്
ജഹാലത്ത് കാരണമായിട്ടുള്ള കൂരിരുട്ട്. പൊതുവെ ഇരുട്ട് എന്ന് പറയുന്നത് ടെൻഷനാണ്. അത് പുറത്തായാലും ശരി, മനസ്സിനകത്തായാലും ശരി, ഇരുട്ട് നമ്മിൽ അസ്വാസ്ഥ്യമുണ്ടാക്കും. ഇരുട്ട് നമുക്ക് തൃപ്തിയില്ല, നമ്മെ പ്രയാസപ്പെടുത്തും ഇരുട്ട്, അല്ലേ? അത് പുറത്തായാലും ശരി. രാത്രി പെട്ടെന്ന് കറണ്ട് പോയി, കൂരിരുട്ട് വ്യാപിച്ചു, വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും. കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ കരയും, മുതിർന്നവര് കരയൂല. ആ അസ്വസ്ഥത ഒതുക്കി പിടിക്കും, കുട്ടികൾ കരഞ്ഞു പോകും. അതുകൊണ്ടല്ലേ ഇമാമിയങ്ങൾ പറഞ്ഞത്, പെട്ടെന്ന് പവർ കട്ട് വന്നു, കറണ്ട് പോയി കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. കാരണം അതൊരു മുസീബത്താ, ഇരുട്ടാകുക. വെളിച്ചം പോയിട്ട് പെട്ടെന്ന് ഇരുട്ട് വരിക എന്നുള്ളതൊരു മുസീബത്താണ്. അപ്പോ കൂരിരുട്ട് വ്യാപിക്കുമ്പോൾ, പുറത്ത് കൂരിരുട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു അസ്വസ്ഥത വരിക. അപ്പൊ ഒരു മിന്നാമിനുങ്ങിന്റെ വെട്ടം കണ്ട അത്ര സുഖം, ഒരു മെഴുകുതിരി കത്തിച്ചാൽ അത്ര സുഖം, മൊബൈൽ ടോർച്ച് അടിച്ചു വെച്ചാൽ അത്ര സുഖം, കറണ്ട് വന്നാൽ നല്ല സുഖം. ഇങ്ങനെ ഉണ്ടാവുക. അങ്ങനെ കറണ്ട് വന്നാൽ അൽഹംദുലില്ലാ പറയലും സുന്നത്തുണ്ട്. അതൊരു നിഅമത്താണ്, വെളിച്ചം വരിക എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് മനസ്സിനകത്തുള്ള അജ്ഞതയുടെ ഇരുട്ട്. ഇതുപോലെ എന്നല്ല, ഇതിനേക്കാൾ അസ്വസ്ഥതയും ടെൻഷനും ഉണ്ടാക്കും മനസ്സിനകത്തുള്ള ഇരുട്ട്. എന്തുകൊണ്ട്? പുറത്തുള്ള ഇരുട്ട് കൂട്ടരെ രാത്രിയായിട്ട് അതെന്നെ പവർ കട്ട് ഉണ്ടാകുമ്പോഴല്ലേ ഇരുട്ടുണ്ടാവുള്ളൂ, അല്ലേ? പകല് സമയത്ത് ഇരുട്ടില്ലല്ലോ. മനസ്സിനകത്തുള്ള ഇരുട്ട് 24 മണിക്കൂറും മനുഷ്യനെ പ്രയാസപ്പെടുത്തും. മനസ്സിനകത്തുള്ള ജഹാലത്തിന്റെ അജ്ഞതയുടെ അന്ധകാരം, ഇരുട്ട് മനുഷ്യനെ ഒരു വർഷത്തിലെ എല്ലാ ദിവസവും ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല, പുറത്തുള്ള ഇരുട്ടിനേക്കാൾ ഡേഞ്ചറാണ് മനുഷ്യന്റെ മനസ്സിനകത്തുള്ള ഇരുട്ട്. പുറത്തിപ്പോ വെളിച്ചുണ്ടായി, അകത്തി ഇരുട്ടായ എന്താ കാര്യം? അങ്ങനെ കുറെ ടീമുണ്ട്, നട്ടുച്ച സമയത്തും ഇരുട്ടത്ത് തപ്പിത്തടയുന്നവർ. എല്ലാ ബൾബും ട്യൂബും കത്തുന്നുണ്ട്, എന്നിട്ടും ഇരുട്ടത്ത് തപ്പിത്തടയുന്നവർ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടത്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. ആ അവിശ്വാസികളോട് നാടുകളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പറ. അവിശ്വാസികളുടെ പതനങ്ങളുടെ സ്മാരകങ്ങൾ കാണാം. ലൂത്ത് നബിയുടെ ജനതയെ തകർത്തെറിഞ്ഞതിന്റെ ബാക്കി പത്രം കാണാം. ആദ്, സമൂദ്, ഇറം ഗോത്രങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയതിന്റെ അടയാളങ്ങൾ കാണാം. പക്ഷേ അകത്തി ഇരുട്ട് വ്യാപിച്ച മനക്കണ്ണിന് കാഴ്ചയില്ലാത്തവരെവിടെ പോയിട്ടും കാര്യമില്ല എന്നല്ലാഹു. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ. ആ അവിശ്വാസി കൂട്ടത്തിന്റെ കണ്ണിനെയല്ല അന്ധത ബാധിച്ചത്, അവരുടെ കണ്ണുകളെയല്ല അന്ധത ബാധിച്ചത്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. നെഞ്ചകത്തുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിച്ചത്. ഹൃദയങ്ങളിൽ കുരുട് ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ടീമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സിലെ ഇരുട്ട് ടെൻഷനാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ചിന്തയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരും. ഞാൻ ആരാ? ഞാൻ എവിടുന്ന് വന്നവനാ? എന്റെ ആത്മാവെന്താ? മരണമെന്താ? മരണാനന്തരം എന്ത്? എന്റെ ഭാവി എന്ത്? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിൽ ക്വസ്റ്റ്യൻ മാർക്കായി ഉയർന്നു വന്നിട്ട് അതിനൊന്നും കൃത്യമായ ഉത്തരം ആ ബുദ്ധിമാന് കിട്ടാതിരിക്കുമ്പോ അവൻ അസ്വസ്ഥനാകും. ജീവിതം എന്തിന്? ഈ ലൈഫ് എന്തിന്? ഈ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ കണ്ടെത്താത്തവരൊക്കെയും ടെൻഷനിൽ തന്നെ ജീവിക്കും. തീർച്ച എന്ത്?
ഈ ജീവിതം എന്തിനാണ് എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്താത്തവരൊക്കെയും അസ്വസ്ഥരായി മാനസികമായി പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രമാണ് ജീവിക്കുക. എന്തിനാണ് ജീവിതം അറിയൂല. തെറ്റായ ഉത്തരങ്ങൾ കണ്ടെത്തി എന്നിട്ട് ജീവിക്കുമ്പോ അവരുടെ ടെൻഷൻ മൂത്ത് തീവ്രത ബാധിച്ച് ശക്തി പ്രാപിച്ച് അവസാനം ആത്മഹത്യയിൽ അഭയം തേടുന്നത് ജീവിതം എന്തിനാണെന്നതിന് കൃത്യമായി ഉത്തരം കണ്ടെത്താത്തവരാ. ആത്മഹത്യ ചെയ്യുന്നവരാരാ? ജീവിത ലക്ഷ്യം കണ്ടെത്താത്തവർ. എന്തിനാണ് ജീവിതമെന്ന് കൃത്യമായി വസ്തുനിഷ്ഠമായി അതിന്റെ ഉത്തരം കണ്ടെത്തി ഉൾക്കൊള്ളാത്തവർ മാത്രമാണ് ആത്മഹത്യ ചെയ്യുക. ജീവിതം എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കാണാത്തവരെ ആത്മഹത്യ ചെയ്യുള്ളൂ. ജീവിതം എന്തിന്? പണം സമ്പാദിക്കാനും സുഖിക്കാനുമാണെന്ന റോങ് ആൻസർ കണ്ടെത്തിയവൻ അവന്റെ വരുമാന മാർഗമൊക്കെ എന്തായി വരുമാന മാർഗമൊക്കെ സ്തംഭിച്ച് കടം കൂടുമ്പോ അവൻ ജീവിതം അവസാനിപ്പിക്കും. എന്താ കാരണം? അവൻ ജീവിതം എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയത് കുറെ പൈസ ഉണ്ടാക്കുക, സുഖിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ പൈസ ഉണ്ടാകണ ലക്ഷണല് ഉണ്ടായാൽ തന്നെ എന്റെ ഭീകരമായ ഈ കടം വീട്ടാൻ ഒരിക്കലും എനിക്ക് കിട്ടൂല, ലോട്ടറി അടിച്ചാൽ പോലും നടക്കൂല, അതുകൊണ്ട് ഇനി ജീവിക്കണ്ട, മരിക്കാൻ തീരുമാനിക്കുന്നു. ജീവിതം എന്തിന് എന്ന ചോദ്യത്തിന് മാനാഭിമാനം സംരക്ഷിക്കാനെന്ന തെറ്റായ ഉത്തരം കണ്ടെത്തിയ വ്യക്തി അവന്റെ ഇമേജ് തകരുമ്പോൾ അവൻ തൂങ്ങിച്ചാകാൻ തീരുമാനിക്കുന്നു. അല്ലേ? ജീവിതം എന്തിനാ? ആത്മാഭിമാനത്തോടെ മാനത്തോടെ ജീവിക്കണമെന്ന് തെറ്റായ ഉത്തരം കണ്ടെത്തിയ വ്യക്തി അവനൊന്ന് നാണം കെട്ടു, ഒരു കേസിൽ കുടുങ്ങി, പെട്ടെന്ന് തൂങ്ങി മരിക്കുക. അങ്ങനെ എത്ര സംഭവം ഉണ്ട്. എന്തേ തൂങ്ങി മരിച്ചോ? ഒരു കേസിൽ കുടുങ്ങി നാണം കെട്ടു. ഇയാൾ എന്താണ് ജീവിതം എന്ത് എന്ന ഉത്തരത്തിന് അങ്ങേര് കണ്ടെത്തിയത് എന്താ? ജീവിതം ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞുകൂടാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണെന്ന പൊട്ട അർത്ഥം പൊട്ട ഉത്തരം കണ്ടെത്തിയവൻ അവനൊരു മാരക രോഗം ബാധിച്ചാൽ അവൻ പോയിട്ട് ട്രെയിനിന് തലവെക്കും. ആത്മഹത്യകളൊന്ന് പരിശോധിച്ചു നോക്കുക, അതിന്റെ കാരണങ്ങൾ. ഇനിയിപ്പേതായാലും സുഖമായിട്ടൊരു ജീവിതമല്ല, ക്യാൻസറാ, അതും ലെൻസിനെയാണ് ബാധിച്ചത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി ഡോക്ടർമാര് പറഞ്ഞു ട്രീറ്റ്മെന്റ് ഇല്ല, തൽക്കാലം പെയിൻ കില്ലർ അടിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാ, എന്നാ പിന്നെ ട്രെയിനിന് പോയി തലവെക്ക. കാരണം ജീവിതം സുഖിക്കാനുള്ളതാ, സുഖം കഴിഞ്ഞു, എന്തായി. ജീവിതം ഒരു പെണ്ണിന് വേണ്ടിയാണെന്ന മണ്ടൻ ഉത്തരം കണ്ടെത്തിയ വിഡ്ഢി ആ പെണ്ണിനെ പ്രാപിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, താൻ ഇഷ്ടപ്പെട്ട കാമുകിയെ വേൾക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ മരിക്കുന്നു. മാത്രല്ല അവളെയും കൂടി പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് അവനാണ്ട് തീ കൊളുത്തി മരിക്കും. ഇന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ പരിസരത്തുള്ള കാക്കനാട് എന്ന പ്രദേശത്ത് +2 പഠിക്കുന്ന 17കാരിയെ പ്രണയിച്ച ഒരു പയ്യൻ, ആ പ്രണയം ആ പെൺകുട്ടി നിരസിച്ചപ്പോൾ അവൻ ചെയ്തത് അവളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് അവൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്? ജീവിതം എന്തിന്? അത് പ്രേമിക്കാനും പ്രണയിക്കാനും ഒരു പെണ്ണിനും വേണ്ടിയാണെന്ന റോങ് ആൻസർ കണ്ടെത്തി. ഇതാണ് കാരണം. ചങ്ങമ്പുഴയുടെ കഥയിലുണ്ടല്ലോ, പണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ ഇവിടുത്തെ കാരണന്മാരൊക്കെ സ്കൂൾ പഠിച്ച കാലത്തായിരിക്കുക ചങ്ങമ്പുഴയുടെ കഥ. മലയാള ഭാഷ പഠിക്കുന്നിടത്ത് ചങ്ങമ്പുഴയുടെ കഥയില് ഉണ്ട് രമണനും ചന്ദ്രികയുമാണ് കഥാപാത്രങ്ങൾ. രമണൻ ചന്ദ്രികയിൽ അനുരക്തനാകുന്നു, ചന്ദ്രിക രമണനിൽ അനുരക്തയാകുന്നു. അവർ തമ്മിലുള്ള ആ പ്രണയം തീവ്രമാകുന്നു. അങ്ങനെ അവസാനം രമണൻ ചന്ദ്രികയെ വേൾക്കാൻ വേണ്ടി, അവളെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചന്ദ്രികയെ കിട്ടാതെ വരുന്നു. അങ്ങനെ രമണൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പൊ രമണനുള്ള ഉപദേശം കവി പറയുന്നുണ്ട്: നിസ്സാരമായൊരു പെണ്ണ് മൂലം നിത്യാനിരാശയിൽ നിന്റെ കാലം, ജീവിതം പാഴാക്കുകെന്നതാണോ ജീവിതധർമ്മമെന്നോർത്തു നോക്കൂ. എന്താ പറയുന്നത്? പെണ്ണിനു വേണ്ടി ജീവിതം എന്തിനാ? പെണ്ണിനു വേണ്ടി എന്ന് ഉത്തരം കണ്ടെത്തിയവനോടുള്ള ഉപദേശാണത്. നിസ്സാരമായൊരു പെണ്ണ് മൂലം നിത്യാനിരാശയിൽ നിന്റെ കാലം, ജീവിതം പാഴാക്കുകെന്നതാണോ ജീവിതധർമ്മമെന്നോർത്തു നോക്കൂ. പെണ്ണത്ര നിസാര,
പെണ്ണെത്ര നിസാര, പെണ്ണിൽ നിന്ന് എന്താ ഇപ്പൊ കിട്ടാനുള്ളത്? പെണ്ണ് എട്ടിയൊരുക്കല്ലേ തിരുളി. പൊട്ടനോട് വഴന്നെറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? പ്രണയം കണ്ട് തലയെ പിടിച്ച സമയത്ത് അവനോട് പറഞ്ഞു, മോനെ അത് നമുക്ക് കുഫുവെക്കൂല, ദീനില്ല. ആ പെണ്ണ് എന്ന് പറഞ്ഞാല് മോശം സാഹചര്യത്തിൽ വന്നവളാണ് മോനെ. നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ഇസ്ലാമിനും ദീനി ചിട്ടക്കും യോജിക്കുന്ന പെണ്ണിനെ വേറെ നോക്ക മോനെ. വെട്ടാൻ പോണ പോത്തിനോട് വേദോതിയിട്ട് എന്താ കാര്യം? ഇവൻ സമ്മതിക്കൂല. അങ്ങനെ വാപ്പാക്ക് ഇഷ്ടമില്ല, ഉമ്മാക്ക് ഇഷ്ടമില്ല, കൊച്ചാപ്പി മൂത്താപ്പി ഒക്കെ എതിർത്തു, ചേട്ടൻ്റെ അനിയന്മാരും എതിർത്തു. ഇവൻ പറഞ്ഞു അല്ലാഹു അക്ബർ എന്നുള്ളതിന് പകരം അവൾ അക്ബർ എന്നാണ് തക്ബീർ കെട്ടി, അവളാണ് കെട്ടി. മധുവിധു കഴിഞ്ഞു. വേണ്ട, വേണ്ടിയില്ല. കാരണം നിന്റെ ചോദ്യം ജീവിതം എന്ത് എന്ന ചോദ്യത്തിന് നീ റോങ് ആൻസർ കണ്ടെത്തി മോനെ. തെറ്റായ ഉത്തരം എഴുതി നീ പൊട്ടിപ്പോയി. ഇനി ഒന്ന് എക്സാം നടത്തിയിട്ട് ജയിക്കണമെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നിനക്ക്. പെണ്ണിനോട് പറഞ്ഞു, പൊന്നാര മോളെ വേണ്ട, അവൻ സുബഹിസ്കരിക്കാത്തവനാ, അവൻ വെള്ളം കുടിക്കണോനാ, വാപ്പച്ചി ഇന്നോളം വെള്ളം കുടിച്ചിട്ടില്ല, അതുകൊണ്ട് ഉപ്പച്ചിന്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കിയതല്ലേ, അവൻ വേണ്ട, അവനെ കൊണ്ട് എന്നെ കല്യാണം നടത്തിയില്ലെങ്കിൽ നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങിയാണ് ചാവും. ഈ ഭീഷണി എന്താ ചെയ്യാ? അതുകൊണ്ട് ഇറങ്ങിപ്പോയി അവന്റെ കൂടെ. വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ആരും വേണ്ടത്. അമേരിക്കയിലെ കഥയല്ല, മൂവാറ്റുപുഴയിലെ കഥ. ആരും എന്റെ മെക്കെട്ട് കയറണ്ട, ഇതൊക്കെ പഠിക്കണം, ഇതിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പറയാം, ആക്ഷേപിക്കാൻ പറയല്ല. അങ്ങനെ ആ പോക്കാണ് പോയി. രണ്ടാമത്തെ കൊല്ലൊരു കുട്ടി ഒരു ചട്ടിയായിട്ടാണ് വന്നു. ഞാൻ അങ്ങോട്ട് പോകൂല വാപ്പച്ചി, എന്താ ചെയ്യാ, പോണ്ട. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ടെൻഷനല്ലേ. ആ ജീവിതം മുഴുവൻ അവന്റെ കൂടെ 3 ദിവസം ഉണ്ടായിരുന്നു മധുവിധു, ചക്കര നാള്. പിന്നെ നരക ജീവിതമായിരുന്നു. പിന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് ആ കുട്ടിയെയും കൊണ്ട് വന്നാ പിന്നെ മരണം വരെ ആ കറ പോവോ? എന്തേ കാരണം? ജീവിതം എന്തിന് എന്ന ചോദ്യത്തിനുള്ള ആൻസർ റോങ് ആയി. അതെന്നെ പ്രശ്നം. പ്രിയമുള്ള സഹോദരന്മാരെ, വളരെയധികം ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. അതുകൊണ്ട് മനസ്സിനകത്ത് ഇരുട്ട് വ്യാപിച്ചാൽ നമ്മുടെ ഈ ലോക ജീവിതം തന്നെ ടെൻഷനായിരിക്കും, അസ്വസ്ഥമായിരിക്കും. അതിനെന്താ മാർഗം? വെളിച്ചം വരണം. ഈ ഇരുട്ടിലേക്ക് വെളിച്ചം വരണം, സമാധാനം വരണം. എങ്ങനെയാണ് ഈ അജ്ഞത മാറുക? എങ്ങനെയാണ് ഈ വെളിച്ചമാകുന്ന അറിവ് മനസ്സിനകത്തേക്ക് വരിക? മനുഷ്യന്റെ അറിവ് എന്ന് പറഞ്ഞാല് വളരെ പരിമിത. മനുഷ്യൻ എന്തറിയും? ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർക്ക് എന്താ പറ്റുക? രോഗിക്ക് മരുന്ന് കുറിച്ചു കൊടുക്കാൻ പറ്റും, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, അവയവങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനല്ലാതെ ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് പറ്റുമോ? അതിന് ആശാരി വരേണ്ടി വരും. അതിന് ആശാരിയെ തെരഞ്ഞു പോകേണ്ടി വരും ഡോക്ടർ. ആശാരിയോട് വേദോദാൻ പറഞ്ഞാലോ ആശാരിക്ക് വീട് പണിയാനേ അറിയുള്ളൂ, വേദോദാൻ മൊല്ലാക്കാനെ തരേണ്ടി വരും. മൊല്ലാക്ക മൊയ്തേര് ആയത്ത് ഹദീസൊക്കെ ഓതിയിട്ട് പ്രസംഗിക്കും, ക്ലാസ് എടുക്കും, ഖുർആൻ ഓതും. വലിയ വീരവാദം പ്രസംഗിക്കുന്ന മൊയ്ലിയരെ ഒന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ തെങ്ങിലൊന്ന് കയറിക്കാന്ന് പറഞ്ഞാൽ മൊയ്ലിയർക്ക് പറ്റൂല. ഓരോരുത്തരും അവരവരുടെ മേഖലക്കപ്പുറത്ത് തികഞ്ഞ അജ്ഞരാണ്. ശാഖാപരമായി പരിമിതമായ അറിവാണ് മനുഷ്യർക്കുള്ളത്. ഞാനൊരു മുസ്ലിയാർ എന്ന നിലക്ക് എന്നിലുള്ള മുസ്ലിയാർ മിൻഹൈസു മുസ്ലിയാർ എന്ന നിലക്ക് ഉള്ള അറിവ് തന്നെ പരിമിതമാണ്. അത് തന്നെ സമ്പൂർണ്ണല്ല. ഒരു ഡോക്ടർ, ഒരു വൈദ്യശാസ്ത്ര വിദഗ്ധൻ എന്ന നിലക്ക്, അത് പഠിച്ച വൈദ്യൻ എന്ന നിലക്ക് അദ്ദേഹത്തിൽ പരിമിതമായ അറിവാണ് ആ ശാഖയിൽ തന്നെ ഉള്ളത്. ഇനി മനുഷ്യരെല്ലാം കൂടി ഒത്തുകൂടിയാൽ തന്നെ മനുഷ്യന്റെ അറിവെന്താ? മനുഷ്യരാശി എല്ലാം ഒത്തുകൂടിയാൽ, എല്ലാവരുടെയും അറിവൊന്ന് ഒരുമിച്ച് കൂട്ടിയാൽ മനുഷ്യന്റെ അറിവ് എന്താ ഉള്ളത്? കൂട്ടരെ, മനുഷ്യൻ എന്ന് പറഞ്ഞ വർഗം ജീവിക്കുന്നത് ഈ ഭൂമിയിലല്ലേ? പ്രപഞ്ചത്തിൽ ഒരു പൊട്ടായി രേഖപ്പെടുത്താൻ മാത്രം വലിപ്പമുള്ള ഭൂമി, അള്ളാഹുവിന്റെ പ്രവിശാലമായ പ്രപഞ്ചത്തിൽ ഭൂമിക്കുള്ള സീറ്റ് ഒരു പൊട്ടുപോലെ. ആ ഭൂമിയിൽ തന്നെ 1/4 ഭാഗം വെള്ളം, 1/4 ഭാഗം കരയിൽ തന്നെ താമസയോഗ്യമല്ലാത്ത കൊടും പർവ്വതങ്ങൾ, കൊടും കാടുകൾ. താമസയോഗ്യമായ സ്ഥലത്ത് പരിമിതപ്പെട്ട് കഴിയുന്ന മനുഷ്യവർഗമെന്ന ജീവികൾ, അവർ ഈ ഭൂമിയിൽ നിന്നാണ് ചിന്തിക്കുന്നത്, പഠിക്കുന്നത്. ദൂരദർശിനി വെച്ചുകൊണ്ട് വാന നിരീക്ഷണം നടത്തുമ്പോൾ ഗോളങ്ങളും നക്ഷത്രങ്ങളും ആ ഉപകരണത്തിന്റെ സഹായത്തോടെ അവന് കാണാനാകും. അത്രമാത്രം.
ആ കാണുന്നതിനപ്പുറത്തും ലോകമുണ്ട്. ഇപ്പൊ ചന്ദ്രയാൻ 2 കോടിക്കണക്കിന് രൂപ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ISR ഒന്ന് ഉയർത്തിവിട്ട് അങ്ങ് പറഞ്ഞയച്ചിട്ട് അവിടെ എത്തിയത് മോന്തുത്തി വീണു. ആ കാശ് അങ്ങോട്ട് വേസ്റ്റായി അല്ലേ? എന്തായിരുന്നു ഇപ്പൊ സംഭവം? ചന്ദ്രനില് ചെന്നിട്ട് അവിടുത്തെ വിവരമൊക്കെ ഒന്നിങ്ങോട്ട് എത്തിക്കുക എന്നുള്ള ഒരു ഭയങ്കര സംഭവം. അതാണ് ഇപ്പൊ അത്. ചന്ദ്രനിൽ ചെന്നിട്ട് അവിടുത്തെ മണ്ണ്, അവിടുത്തെ വായു, അവിടുത്തെ വെള്ളം, ജീവജാലങ്ങൾക്ക് തങ്ങാൻ പറ്റുന്ന ക്ലൈമറ്റ്, ഇതൊക്കെ ഒന്ന് വിവരം നിങ്ങട്ട് മെസ്സേജ് കൈമാറാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. അവിടെ ചെന്ന് മൂന്തൊത്തി വീണു. അതുപോലും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഇനി ചന്ദ്രയാൻ 3 വന്നിട്ട് ആ ദൗത്യം പൂർത്തീകരിച്ചാൽ തന്നെയും അതിനപ്പുറത്ത് ലോകമുണ്ട് കൂട്ടരെ. അള്ളാന്റെ സൃഷ്ടി ലോകം അതിനപ്പുറത്തുണ്ട്. മനുഷ്യന്റെ അറിവ് ഇവിടെ പരിമിതപ്പെട്ടിരിക്കുകയാണ്. നാസയൊക്കെ പറയുന്നുണ്ടല്ലോ, അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് ഒരുപാട് ഉൽക്കകൾ, ഒരുപാട് പുതുപുത്തൻ നക്ഷത്രങ്ങൾ, ഉപഗ്രഹങ്ങൾ പുതിയതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കടൽക്കരയിൽ കക്കയെടുത്ത് കളിക്കുന്ന ഒരു കൊച്ചു ബാലന് പ്രവിശാലമായ കടലിനെ കുറിച്ച് എന്താ അറിയാ? അവനിങ്ങനെ കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന വെള്ളം എന്നതിനപ്പുറത്ത് ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള നിഗൂഢ രഹസ്യങ്ങളും അത്ഭുത ലോകവും ജന്തുലോകവും ഒക്കെ ഈ കുഞ്ഞിനറിയോ? ഇതുപോലെ മനുഷ്യന്റെ അവസ്ഥ ഈ ഭൂമിയിൽ നിന്നാണ് നോക്കിയാൽ ഈ കടൽക്കരയിൽ നിൽക്കുന്ന കൊച്ചു ബാലൻ കാണുന്നത് പോലെ എന്നല്ലാതെ, നാലപ്പാട് പറഞ്ഞല്ലോ, അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. അനന്തമജ്ഞാതം, അവർണ്ണനീയം, പറയാൻ പറ്റൂല. അങ്ങനെ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച് വെച്ചിരിക്കുകയാണ്. അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു? ഒന്നും കണ്ടിട്ടില്ല. മനുഷ്യരെല്ലാ ആലിമീങ്ങളും എല്ലാ ശാസ്ത്രജ്ഞന്മാരും കൂടിയാലും ഈ ഭൂമിയിൽ ഇരുന്നിട്ടുള്ള പഠനം ചിന്തയാണ് നമ്മളിലുള്ളത്. ഇതിനപ്പുറത്ത് ലോകമുണ്ട് കൂട്ടരെ. അതുകൊണ്ട് ഈ ഇരുട്ട് മാറ്റാന് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടുത്ത് പോയി വിദ്യാഭ്യസിച്ചാൽ കേവലം മനുഷ്യനെ കൊണ്ടായി ഇരുട്ട് മാറ്റാൻ പറ്റൂല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിനാവില്ല. ഈ ഇരുട്ടെങ്ങനെ മാറിക്കിട്ടും? അജ്ഞതയുടെ അന്ധകാരത്തെ നീക്കി ഹൃദയത്തിൽ വെളിച്ചം സ്ഥാപിക്കാൻ എന്താണ് മാർഗം? മനസ്സിലെ കൂരിരുട്ട് മാറ്റി ആ നിലക്കുള്ള അസ്വസ്ഥത, ടെൻഷൻ മാറ്റിയെടുക്കാൻ എന്താണ് മാർഗം? അല്ലാഹുവുമായി, അവന്റെ റസൂലുമായി, അവന്റെ കിതാബായ ഖുർആനുമായിട്ട് കണക്റ്റഡ് ആവുക. എന്ത്? അല്ലാഹുവുമായി, അവന്റെ പ്രിയപ്പെട്ട റസൂലുമായി, അവന്റെ കലാമായ ഖുർആനുമായി നാം ബന്ധപ്പെടുക, കണക്റ്റഡ് ആവുക. അവിടെ നമുക്ക് വെളിച്ചം കിട്ടും. അല്ലാഹു വെളിച്ചമാണ്, അല്ലാഹുവിന്റെ റസൂൽ വെളിച്ചമാണ്, വിശുദ്ധ ഖുർആൻ വെളിച്ചമാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. സൂറത്തുൻ നൂറിൽ കാണാം, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. അല്ലാഹു ആകാശ ഭൂമികളുടെ വെളിച്ചമാണ്. സൂര്യഭഗവാൻ എന്നെ ഇരിക്കുന്ന അല്ലാഹ്. അങ്ങനല്ല, പൊട്ടത്തരം മനസ്സിലാക്കരുത്. ഇത് സാഹിത്യ സമ്പുഷ്ടമാണ്, സാഹിത്യ സമ്പൂർണമാണ് ഖുർആൻ. വെളിച്ചെന്ന് ആലങ്കാരികമായി പറഞ്ഞതാണ്. ഈ സൂര്യൻ ഉദിക്കുമ്പോഴുള്ള വെളിച്ചം, ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴുള്ള വെളിച്ചം, ആ വെളിച്ചമല്ല, അതൊരു ഉപമയാണ്. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ആളാ വെളിച്ചം ആസ്വദിച്ചാലും ഉപയോഗപ്പെടുത്തിയാലും ആ വെളിച്ചത്തിനൊരു കുറവുണ്ടാവില്ല. ഇപ്പൊ ഇതിനകത്ത് സൂര്യപ്രകാശം ഉണ്ടല്ലോ, ഈ പള്ളിയുടെ അകത്തളത്ത് സൂര്യപ്രകാശില്ലേ? ഇവിടെ ഇത്രയും ആളുകൾ വന്നിട്ട് ആ വെളിച്ചം ഉപയോഗപ്പെടുത്തുന്നു, വെളിച്ചവുമായി ബന്ധപ്പെടുന്നു. ഇതിനെന്തെങ്കിലും ഒരു കുറവുണ്ടാവും? 1000 ആൾക്കാർ വന്നു, അവരിറങ്ങിപ്പോയി, വെളിച്ചം കുറയോ? 1,00,000 ആളുകൾ ഇതുപോലെ ഇങ്ങനെ മാറി മാറി വന്നു, വെളിച്ചത്തിന് എന്തെങ്കിലും സംഭവിക്കോ? വെളിച്ചം ഉള്ളതുപോലെ ഉണ്ടാവും. ഇതുപോലെയാണ് ആകാശഭൂമികളുടെ നിയന്ത്രണത്തിലും അധികാരത്തിലും റബ്ബിന്റെ അവസ്ഥ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ വെളിച്ചമാണ് അല്ലാഹു. വലിയൊരു ആയത്താണ്, വിശദീകരിക്കാൻ സമയമില്ല. പുണ്യ നബിയെ അല്ലാഹു പരിചയപ്പെടുത്തിയത് സിറാജും മുനീർ എന്നാണ്. പ്രൗഢോജ്വലമായി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വിളക്ക്. വിളക്ക്, സിറാജ് പറഞ്ഞ വിളക്ക് എന്നാ, മുനീർ എന്ന് പറഞ്ഞാൽ വെളിച്ചം തരുന്ന വിളക്ക്.
അപ്പൊ അള്ളാന്റെ റസൂല് വെളിച്ചാണ്. ഖുർആൻ വെളിച്ച, കിതാബും വനൂറുൻ, അത് വേദഗ്രന്ഥമാണ്, അത് വെളിച്ചമാണ്. വഅൻസൽനാ ഇലൈക്കും നൂറം മുബീനാ, അല്ലാഹു പറയാൻ നിങ്ങളിലേക്ക് കൃത്യമായ സ്പഷ്ടമായ വ്യക്തമായ വെളിച്ചമാണ് ഞാൻ ഇറക്കി തന്നത്. ഖുർആനെ കുറിച്ച് പറയാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ആയത്തുണ്ട്. മാത്രല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈമാൻ ക്ലിയറാക്കിയ മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളെ ഇരുട്ടിൽ തപ്പാൻ ഞാൻ വിടൂല. നട്ടുച്ച സമയത്ത് ഇരുട്ടിൽ തപ്പുന്ന ഹൃദയത്തിലെ കണ്ണുപൊട്ടിയവരുണ്ട്. രാത്രിയിൽ നല്ല പ്രഭയിൽ നല്ല വെളിച്ചത്തിൽ തപ്പിത്തടയുന്നവരുണ്ട്. എന്നിൽ വിശ്വസിക്കേണ്ട വിധത്തിൽ വിശ്വസിക്കുന്ന കറകളഞ്ഞ മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവരെ ഒരിക്കലും ഞാൻ ഇരുട്ടിൽ തപ്പിത്തടയാൻ വിടുകയില്ല. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. വിശുദ്ധ ഖുർആൻ. അല്ലാഹു വലിയുല്ലദീന ആമനു, മുഅ്മിനീങ്ങളുടെ സഹായിയാണ്, സംരക്ഷകനാണ് അല്ലാഹു. മുഅ്മിനീങ്ങളുടെ വലിയാണ്, സഹായിയും സംരക്ഷകനും ആകുന്നു അല്ലാഹു. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്ന് അല്ലാഹു മുഅ്മിനീങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഇത് കുറച്ചൊരു ഗഹനമായ വിഷയാട്ടോ. വെറും കഥ കേൾക്കും പോലെ നിങ്ങൾ കേട്ടുപോയാൽ തലേ കയറില്ല. ഒന്ന് ചിന്തിച്ചോ. വല്ലദീന കഫറൂ, എന്നാൽ അവിശ്വാസികൾ, കാഫിരീങ്ങൾ, ഔലിയാഉഹുമുത് താഗൂത്ത്, അവരുടെ ആത്മമിത്രങ്ങളും സഹായികളും സംരക്ഷകരും അല്ലാഹു അല്ല, അത്താഗൂത്ത്, ത്വാഗൂത്തുകളാണ്, പിശാചുക്കളാണ്, ദുർമൂർത്തികളാണ് അവരുടെ സഹായികൾ. യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്, അവിശ്വാസികളെ അവരുടെ ഉറ്റമിത്രങ്ങളും സഹായികളുമായ മൂർത്തികൾ മിനന്നൂരി, വെളിച്ചത്തിൽ നിന്ന് ഇലൽ-ളുലുമാത്, ഇരുട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകും. മുഅ്മിനീങ്ങളുടെ സഹായി, മുഅ്മിനീങ്ങളുടെ രക്ഷാധികാരി അല്ലാഹു. ആ അല്ലാഹു ഇരുട്ടിൽ നിന്ന് മുഅ്മിനീങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും. കാഫിരീങ്ങളുടെ ഔലിയാ, അവരുടെ സഹായികൾ, സംരക്ഷകർ, അത്താഗൂത്ത്, ദുർമൂർത്തികളാണ്. ആരാ ഈ ദുർമൂർത്തി? അത് മനുഷ്യരാകാം. സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നവൻ ആരോ അവൻ ത്വാഗൂത്താണ്. അത് ചിലപ്പോൾ വലിയ തലയെ കെട്ടിയിട്ട് വന്നിട്ട് അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുകയാണെങ്കിൽ അവൻ ത്വാഗൂത്താണ്. ആണ്. അത് ജിന്നാകാ, പിശാചാകാ, വസ്തുവാകാ, ആശയങ്ങളാകാ. നിരീശ്വരവാദം അതൊരു താഗൂത്തിയത്താണ്. അവിശ്വാസികളുടെ സംരക്ഷകന്മാര്, അവരെ രക്ഷിക്കുന്ന അവരുടെ നേതാക്കന്മാര് ത്വാഗൂത്തുകളാണ്. യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്, അവരെ ഈ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ഇവരാണ് നരകവാസികളായ ആളുകൾ. അവർ കാലാകാലവും നരകത്തിൽ കടക്കും. അവർ ഇരുട്ടിൽ തപ്പിത്തടയുന്നവരാണ്, അജ്ഞതയുടെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവരാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവാകുന്ന വെളിച്ചം, അള്ളാന്റെ റസൂലാകുന്ന വെളിച്ചം, വിശുദ്ധ ഖുർആനാകുന്ന വെളിച്ചം ഒരാൾക്ക് കിട്ടിയില്ലേ, കഥ കഴിഞ്ഞു. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറാ, ഒരാൾക്ക് അല്ലാഹു വെളിച്ചം കൊടുത്തിട്ടില്ലെങ്കിൽ ഫമാ ലഹു മിൻ നൂർ, പിന്നെ അവന് വെളിച്ചം കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഈ സൂര്യന്റെ വെളിച്ചത്തെ കുറിച്ചല്ല, എല്ലാവർക്കും കിട്ടും. അള്ളാഹു ആർക്കെങ്കിലും വെളിച്ചം കൊടുത്തില്ലേ പിന്നെ അവന് വെളിച്ചല്ല. അവൻ ഈ ലോകത്തും ഖബറിലും മഹ്ശറയിലും നാളെ ആഖിറത്തിലും അവൻ തപ്പിത്തടയുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് വെളിച്ചം കിട്ടണം. വെളിച്ചം എന്ന് പറഞ്ഞാൽ അത് അറിവാണ്. ഏതറിവ്? ഏതറിവ്? അൽ ഇൽമു നൂറുല്ലാഹി, യഥാർത്ഥ അറിവ് അള്ളാന്റെ വെളിച്ച. ചില പൊട്ട അറിവുകളുണ്ട്, അബദ്ധങ്ങൾ തലയെ കയറ്റി വെച്ചിട്ട് ഇതറിവാണെന്ന് വിചാരിക്കുന്ന ഒരു തരം ജഹാലത്ത്. അത് വലിയ ഡേഞ്ചറാണ്. മഹാന്മാരായ ജ്ഞാനികൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെയും അടിമകളുടെയും ഇടയിൽ മറയായി വരുന്നതിൽ ഏറ്റവും വലിയ ഒരു മറണ്ട് ഇൽമെന്ന് പറയുന്ന മറാൻ. അള്ളാഹിന്റെ ഔലിയാക്കൾ പറയുന്നു.
അള്ളാഹുവിൻ്റെയും പടപ്പിൻ്റെയും ഇടയിൽ വരുന്ന കർട്ടൻ, അതിശക്തമായ മറ. ആ മറ പലതരം മറണ്ട്. ദുന്യാവിനോടുള്ള പ്രേമം ഒരു മറയാൻ, പ്രസിദ്ധി മോഹം ഒരു മറയാൻ, കാമം ഒരു മറയാൻ, അഹങ്കാരം ഒരു മറയാൻ. ഇക്കൂട്ടത്തിൽ ഒരു മറയാണ് അറിവ്. ഏതറിവ്? കുറെ പൊട്ടത്തരം തലയെ കയറ്റി വെച്ച് ഇതാണ് അള്ളാഹിന്റെ വിജ്ഞാനം, ഇതാണ് ദീന് എന്ന് മനസ്സിലാക്കിയവനെ അവനെ നന്നാക്കാൻ പറ്റുമോ? അവനെ തൗബ ചെയ്യിക്കാൻ പറ്റുമോ? ഇവൻ ഈ പൊട്ടത്തരം സ്റ്റോർ ചെയ്തിട്ട് അതാണ് അറിവ് എന്ന് മനസ്സിലാക്കിയ അതൊരു മറയാണ്. ഏതറിവാണ് വെളിച്ചം? മനസ്സിന്റെ അന്ധകാരം മാറ്റാൻ ഉതകുന്ന വെളിച്ചം ഏതാ? അൽ ഇൽമു. അതേതാ? മോക്ഷം നൽകുന്ന അറിവ്. മനുഷ്യന് മനസ്സമാധാനവും മോക്ഷവും നൽകുന്ന അറിവ്. അതേതറിവാ? അതേതറിവാ? ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ ഇവിടത്തെ ഡ്യൂട്ടി എന്താണ്? ഇത് സയൻസ് ആർട്സ് കോളേജിൽ നിന്ന് പഠിക്കാൻ പറ്റൂല. IAS പോയാൽ പഠിക്കാൻ കിട്ടൂല. IPS പോയാൽ പഠിക്കാൻ കിട്ടൂല. ഞാൻ ആരാണ്? എന്റെ ആത്മാവ് എന്താണ്? ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ എന്റെ ഡ്യൂട്ടി എന്താണ്? ഇത്തരം സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും ഹൃദയത്തിനകത്ത് വെളിച്ചം കയറും. അൽ ഇൽമു നൂറുല്ലാഹി. അള്ളാഹുവിന്റെ വെളിച്ചം കൊണ്ട് ഹൃദയം പ്രഭാപൂരിതമാകും. അതിനെന്താ മാർഗം? അള്ളാഹുവായിട്ട് ബന്ധപ്പെടണം, അള്ളാഹിന്റെ റസൂലുമായിട്ട് ബന്ധപ്പെടണം, ഖുർആനുമായിട്ട് ബന്ധപ്പെടണം. ഉസ്താദെ, ഖുർആനായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് എനിക്കിപ്പോൾ വയസ്സ് 55ആയി. 30 കൊല്ലമായി ഖുർആനായിട്ടുള്ള ബന്ധത്തിലാ. രാവിലെ 2 ജ്യൂസ് അങ്ങോട്ട് ഓതും, ജ്യൂസേ അങ്ങോട്ട് ഓതും. വൈകുന്നേരം പിന്നെ തബാറക്ക, യാസീന്, സൂറത്തുൽ മുൽക്ക്, ദുഹാന്, ഇദാ വഖഅതി, ഇത് ഡെയിലി ഓതും. എന്നിട്ടൊന്നും വെളിച്ചം കത്തുന്നില്ലല്ലോ ഉസ്താദേ. കത്തൂല. അതുകൊണ്ട് മാത്രം കത്തൂല. ഖുർആനുമായിട്ടൊന്ന് ബന്ധപ്പെടണം, ഖുർആനുമായിട്ടൊന്ന് കണക്ഷൻ. ഇത് കണക്ഷൻ എന്നാ പറഞ്ഞത്, കണക്ഷൻ. ഇന്നാണ് ഖുർആൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ എന്നായിരിക്കും. ഖുർആനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാ. അന്ന് കയറ് എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത് ഖുർആനെ കുറിച്ച്? കയറ്. അന്ന് കയറേ ഉള്ളൂ. സുഹൃത്തുക്കളെ, കയറേ ഉള്ളൂ. ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർള് കിതാബുല്ലാഹ് ഫീഹിൽ ഹുദാ വന്നൂർ ഫഖുദൂ ബികിതാബില്ലാഹി വസ്തംസികൂ ബി ഫഹസ്സ അലാ കിതാബില്ലാഹി വറഗബ ഫീഹി. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ഹബ്ലും മംദൂദും മിനസ് സമാഇ ഇലൽ അർള്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി തന്നിരിക്കുന്ന കയറ് എന്ന് വെച്ചാല് അന്ന് അറബികൾക്ക് അതേ തിരിയുള്ളൂ. അള്ളാന്റെ ലോകത്ത് നിന്ന് മനുഷ്യ ലോകത്തേക്ക് ഇറക്കി കൊടുത്ത കയറ്. അയിമ പിടിച്ചു കയറിയാൽ അള്ളാന്റെ അടുത്തേക്ക് എത്താൻ തന്നെ. ഇന്നാണെങ്കിലോ ദൈവിക ലോകത്ത് നിന്ന് സൃഷ്ടി ലോകത്തേക്കുള്ളൊരു നെറ്റ്വർക്ക്. അതാണ് ഖുർആൻ. അതിന് കത്തണം കൽബില്, അത് മനസ്സിലിങ്ങോട്ട് കത്തണം. ഇത് കത്താൻ എന്താ മാർഗം? നമുക്ക് ചെറിയൊരു അന്വേഷണം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നടത്താം. ഇന്ന് സമയം കഴിഞ്ഞു പോയി. ഇപ്പം ഇന്ന് എന്താ പറഞ്ഞത്? ടെൻഷൻ്റെ ഒരു കാരണം മനസ്സിലെ കൂരിരുട്ട. ഈ കൂരിരുട്ട് മാറ്റണമെങ്കിൽ ഇവിടെ വെളിച്ചം വരണം. വെളിച്ചം വരണമെങ്കിൽ വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടണം. അതെങ്ങനെ ബന്ധപ്പെടണം? ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും, മനോദുഃഖങ്ങളിൽ നിന്നും, മനോവേദനകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയും നഫ്സ് മുത്മഇന്നയിൽ സമാധാനത്തിന്റെ പർദീസയിൽ അല്ലാഹു നമ്മയൊക്കെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ.